സലീം കൊടുങ്ങല്ലൂര്. ഹലോ, നമസ്കാരം. സലീം സാർ, ഗുഡ് മോർണിംഗ്. ഒറ്റ റിസൾട്ട് പറയുള്ളൂ ഞാൻ, ഒറ്റ റിസൾട്ട് എന്റെ ഒരു മകന്റെ മാത്രം പറയുള്ളൂ ഞാൻ. അതായത് 16 വർഷമായിട്ട് കാൽമുട്ട് വേദന, കാലുവേദന, കാലിന്റെ കൂറ്റുവേദനയായിട്ട് അനേകം മരുന്നുകൾ ഗൾഫിലേക്ക് വരുമ്പോ കൊണ്ടുപോവുകയും ഞങ്ങള് മറ്റുള്ളവർ പോകുമ്പോ കുറച്ചയക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നുള്ളതാണ്. ഞാൻ പറയാൻ കാരണം, ഇന്നത്തെ തലമുറയോട് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളും. സ്വന്തം വീട്ടിൽ ഉപയോഗിച്ച റിസൾട്ട് കിട്ടിയിട്ട് വരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തലമുറയാണ് ഇന്നത്തെ തലമുറ. അത് അവരുടെ കുറ്റമല്ല, അവരുടെ മെമ്മറി അതിലേക്ക് ക്യാച്ച് ചെയ്യാത്തതിന്റെ പേരിലാണെന്നുള്ളത് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നുള്ളതാണ്. അതായത് എന്റെ ഭാര്യക്ക്, എന്റെ മകളുടെ അമ്മായിയമ്മക്ക് ഒക്കെ റിസൾട്ട് കിട്ടി, എന്റെ പെൺമക്കളുടെ വീട്ടില് ഒക്കെ റിസൾട്ട് കിട്ടി, എന്നിട്ട് പോലും എന്റെ മകൻ ഇതിനെ വിശ്വസിച്ചിരുന്നില്ല. ഞാനിത് ഇതിനകത്ത് പറയാൻ കാരണം, ഇന്നത്തെ തലമുറയുടെ വിദ്യാഭ്യാസം അറിവും കൂടിപ്പോയതിന്റെ പേരിലാണ് ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് തെറാപ്പി അവർക്ക് ഉള്ളിൽ കയറാത്തതിന്റെ കാരണം. ലാസ്റ്റ് ഈ പ്രാവശ്യം വന്ന സമയത്ത് എന്റെ നിർബന്ധത്തിനാണ് ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോയി. അങ്ങനെ അത് ഉപയോഗിച്ച് ഇപ്പൊ 3 മാസമാകുന്നു. അപ്പോ കാൽമുട്ട് വേദനയും ഉപ്പുകുറ്റി വേദനയും ഞാൻ മറന്നുപോയി ബാപ്പ എന്നാണ് എന്നോട് ഇന്നലെ എന്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞത്. വിളിച്ച സമയത്ത് ഞാൻ മറ്റു കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് ഒരു പ്രൊഡക്റ്റ് കൊണ്ട് അതൊക്കെ ചോദിക്കുന്നുണ്ടോ? എന്റെ പൊന്നാര ബാപ്പ, അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാലേ, എന്റെ കാൽമുട്ടി വേദനയും എന്റെ ഉപ്പൂറ്റി വേദനയും ഞാൻ മറന്നുപോയി. എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായെന്നുള്ളത് എനിക്ക് ഓർമ്മയിലില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോ ഞാൻ വന്നിട്ടതിൽ 3 വർഷമായിട്ടുണ്ട്. ഈ 3 വർഷം കൊണ്ട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, അനുസരിക്കുന്നില്ല. ഇന്നത്തെ തലമുറയുടെ ഒരു കുഴപ്പമാണത്, മനസ്സിലായോ? അവസാനം നിർബന്ധിച്ച് ഞാനും എന്റെ ഭാര്യയും കൂടി പറഞ്ഞ്, പൊന്നു മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയി ഉപയോഗിച്ച് 3 കിലോ ഫാറ്റ് കുറഞ്ഞു വാപ്പാന്നാണ്. 6 അടി പൊക്കം ഉണ്ടായതനുസരിച്ചുള്ള വണ്ണമുണ്ട് ഇയാൾക്ക്. 3 കിലോ ഫാറ്റും കുറഞ്ഞു, 3 കിലോ വെയിറ്റ് കുറഞ്ഞുണ്ട്. ഇപ്പൊ എനിക്ക് വളരെ സുഖം ആണ് എന്ന് പറയുന്ന മകൻ. അപ്പൊ ഇതാണ് ഇന്നത്തെ തലമുറ. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാൽ ശരിയാണ്, അവര് നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ കളിയാക്കും, നമ്മള് അത് വകവെക്കരുത്, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ ഈ ഒറ്റ റിസൾട്ടിൽ നിർത്തുന്നു, സമയമില്ല, പുതിയ ആളുകൾ കയറട്ടെ എന്നുള്ളതൊക്കെ നമ്മൾ പറയാതിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സലീം ക. താങ്ക് യു വെരി മച്ച് സലീം സാർ. നമുക്ക് വെച്ചാൽ നമ്മുടെ വീട്ടിലെല്ലാം നമുക്ക് സമയ പ്രദേശങ്ങൾ നമ്മൾ ആരോട് പറഞ്ഞാലും മിക്ക ആൾക്കാരും അംഗീകരിക്കാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ അത് സർവ്വസാധാരണമാണ്. എനിക്ക് ഒറ്റ കാര്യമാണ് പുതിയ ആൾക്കാരോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് പുതിയ ആൾക്കാരോട്. നിങ്ങൾ ഒരിക്കലും നിരാശരായിട്ട് 10 പേരോട് പറഞ്ഞു, 50 പേരോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നിരാശരായിട്ട് എന്റെ പൊന്നു സഹോദരങ്ങളെ നിങ്ങൾ പിന്മാറരുത്. നമ്മുടെ ഈ ഭാഷ എന്ന് പറയുന്നത് അത്രയും മിറാക്കിൾ ആയിട്ടുള്ള, അത്രയും അതിശയപരമായിട്ടുള്ള റിസൾട്ട്സ് ആണ്. അത്രയും നല്ല ആരോഗ്യം, എനിക്ക് പറയുമ്പോ കോഴിത്തരിക്കാണ് ചെയ്യുന്നത്, ഗൂസ് ബംസ് വരിക ചെയ്യുന്നത്. അത്രയും നല്ല റിസൾട്ട്സ് ആണ് നമുക്ക് എല്ലാവർക്കും നൽകുക. എന്തിനു പറയുന്നത്, അത്രയും കൂടെ സംസാരമല്ല, ആരോഗ്യം, സമ്പത്തും, സൗന്ദര്യം എല്ലാം നേടിയെടുക്കാന്നേ, നല്ല ആയുസ്സോടെ ജീവിക്കാം.